അല്ല കാരം കൂടുതലുള്ളത്. അതാണ് ശരിക്കുള്ള ഒരുപാട് ഷിഫ ഉള്ള ഒന്നാണ് നീരുള്ളി. ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പുതിയതായിട്ട് പോകുന്ന ഉംറക്കൊക്കെ പോകുന്ന ആൾ അവിടെ എത്തിയിട്ട് ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ ആദ്യം എത്തിയ പാടൊരു ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളിയും പരിഹാരമാണ്. ഇനി പാരങ്ങൾ ചൈനക്കല്ല പോകുന്ന 2 നീരുള്ളി എല്ലാം പിടിച്ചോളി അല്ലേ? ചൈന അങ്ങനെയാണ്. ഏത് നാട്ടിലേക്ക് പുതിയ നാട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ, ബാംഗ്ലൂർ പോവാണ്, മൈസൂർ പോവാണ്, ഗോവയിലേക്ക് പോവാണ്, എവിടെ പോയി എത്തിയ പാടെ നീരുള്ളി ലീലാഫി ഖുറൈശി നോദിയിട്ട് നീരുള്ളി, അതായത് വലിയ ഉള്ളി, അത് സവാള നീരുള്ളിയാകുന്ന ചെറിയ ഉള്ളി, അതാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ വലിയ നീരുള്ളിയാകും, പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ലത് ചെറുതാ. അതും കൂടി തിന്നാൽ യാതൊരുവിധ ക്ലൈമറ്റുകളുടെ ചേഞ്ച് ആയതുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അത് തടുക്കുന്നതാണ് ലീലാഫി ഓതുക. ഭക്ഷണ സംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും തടുക്കാൻ ഭക്ഷണം കഴിച്ച് ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഓതി ദുആ ചെയ്താൽ ഫുഡ് പോയ്സൺ ചില ഫംഗ്ഷനൊക്കെ ഈ പെണ്ണുങ്ങളെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നല്ലേ. ഇതൊക്കെ തിന്നുമ്പോൾ ലീലാഫിയൊക്കെ ഓതുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ പോയ പോക്ക് കാണൂല. ചിലപ്പോ 2 ദിവസക്കാലം പോയിട്ട് കിടക്കേണ്ടി വരും. കാരണം ഈ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും കലക്കിയിട്ടിട്ട് എന്തെങ്കിലും ജെറ്റ് ചെയ്ത് കേക്ക് എന്ന് പറഞ്ഞിട്ട് അതല്ല മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലേ. ഒരു സ്ഥലത്ത് ഒരാൾ റമളാൻ മാസത്തിൽ ഒരു കടലാസ് പൂൾ എടുത്തോണ്ട് ടൗണിൽ അപ്പറ വായിന്നു. ഞാൻ അയാളോട് കേട്ട പള്ളി വേണ്ട നോമ്പ് തുറക്കാൻ ടൈമായി, ക്ലാസ് കഴിഞ്ഞിട്ട് പോന്നെ. അപ്പൊ ഇല്ലുസ്താദ് എന്തിരി കൊന്തില്ലുസ്താദ് ഒരു എഴുതി തന്നല്ലോ, ഇത് എവിടെ പോയാൽ കിട്ടില്ല. ഞാൻ കിട്ടി എവിടെ കിട്ടാന്ന് മറന്ന മെഡിക്കൽ അല്ല ഉസ്താദ്, ഇത് എന്തൊരു സാമാണ് ജീൻസിര ഇല്ല, ജീൻസിര എവിടെ ഇല്ല. ഞാൻ ചെല്ലി എന്തെങ്കിലും ഒരു പൊടി എടുത്തോണ്ട് പോറും. ഏത് അവള് കൊന്നിട്ടുണ്ട്, ഇത് എവിടെ എഴുതിരട്ടെ, അത് യൂട്യൂബ് നോക്കിട്ട് എഴുതി തന്നൊരു ഉസ്താദ് ഓളൂ. ഈ പാപ്പ മെൻസ പെങ്കൂസ ഓ കടലാസ് എടുത്തോണ്ട് അപ്പറ പോന്നെ. ഞാനങ്ങല്ല പെപ്പർ പൊടിയാ എന്തെങ്കിലും എടുത്തോണ്ട് പൊട്ടി പോ. ഇല്ലത് കിട്ടില്ല എന്താക്കുന്നേ അല്ലേ, ഇന്നല്ലേ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുന്നത്. അത് ഇട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ആവാതിരിക്കുക, ഏതെങ്കിലും ഒരു ഐറ്റം ആവും ലാസ്റ്റ് സെറ്റ് ആകുമ്പോ. ഏതും ആകട്ടെ, അങ്ങനെയല്ല. നമ്മൾ ഏത് ഭക്ഷണത്തിന് പോയ്സൺ, ഫുഡ് പോയ്സൺ ഏതും മേശാതിരിക്കാൻ വേണ്ടിയിട്ട് ലീലാഫി ഖുറൈശിയും ഒരു നീരുള്ളി ഭക്ഷണത്തിന്റെ കൂടെ പച്ച ഉള്ളി തിന്നുന്നത് അള്ളാന്റെ റസൂലിന് ഇഷ്ടമല്ല. നബി തങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിച്ചു, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭക്ഷണത്തിന്റെ മുകളിൽ പച്ച ഉള്ളി മുറിച്ചിട്ടപ്പോ റസൂലുള്ള തിന്നില്ല. ആ പാവപ്പെട്ട വീട്ടുകാരിയായ ഉമ്മ ചോദിച്ചു, നബിയേ എന്തേ ഇത്ര കുറച്ച് ഭക്ഷണം? അള്ളാന്റെ റസൂല് പറഞ്ഞു, അതിൽ നിന്ന് ഉള്ളി മാറ്റിയെടുക്കണം എന്നാ തിന്ന. അങ്ങനെ ഉള്ളിയിടാതെ ഭക്ഷണം ഉണ്ടാക്കി. കാരണം ഉള്ളിയുടെ സ്മെല്ല് ജിബ്രീലിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല. വായയുടെ വാസന ഉണ്ടെങ്കിൽ മലക്കുകൾ അടുത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കുറച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് ഭക്ഷണത്തെ കാണും മുമ്പ് ഒരു നാട്ടിലേക്ക് എത്തിയ പാടാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ഫ്രൂട്ട്സ് ഒക്കെ തിന്നുമ്പോ ഭക്ഷണത്തിന് മുമ്പ് തിന്നുക. പച്ചങ്കായും കാര്യങ്ങളും ആപ്പിളും മുസമ്പിയും ദ്രാക്ഷയൊക്കെ തിന്നുകയാണെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ്. പിന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ്. പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ആരോഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഗോതമ്പ് ഒളിപ്പിച്ചു വെച്ചെല്ലാരും സീസൺ വരട്ടെ സീസൺ. പക്ഷേ ഒരു മഹാനുഭാവൻ മാത്രം ഉള്ളത്ര ഗോതമ്പ് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. എല്ലാവരും എടുത്തു വെച്ചു, സീസൺ വരുമ്പോ കൊടുക്കാന്ന് കരുതിയിട്ട്. പക്ഷേ ഒരു അല്ലാഹുവിനെ ഭയമുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ മാത്രം ഗോതമ്പുകളെല്ലാം വിതരണം ചെയ്തു ചെറിയ പൈസക്ക്. പാവപ്പെട്ടവർക്ക് ഫ്രീ ആയി കൊടുത്തു. ഗോതമ്പ് തീർത്ത് കളഞ്ഞു. ആ ചാക്ക് മാത്രം അവിടെയുണ്ട്. മാസങ്ങൾ കഴിഞ്ഞു നോക്കുമ്പോ എല്ലാവരുടെയും ഗോതമ്പ് കുത്തം വീണ് നശിച്ചുപോയി. എല്ലാവരുടെയും ഗോതമ്പ് ഹലാക്കായി. എല്ലാവരുടെയും ഗോതമ്പുകൾ നശിച്ചുപോയി. പക്ഷേ ആർക്കും ഗോതമ്പില്ലാത്തപ്പോ ഗോതമ്പ് കൊടുത്ത മഹാനുഭാവന്റെ ചാക്കുകളിൽ അല്ലാഹു തആല നാണയങ്ങളാ നിറച്ചു വെച്ചത്, കോയിൻസുകളാണ് നിറച്ചു വെച്ചത്.
പാവപ്പെട്ടവർ വിശന്നിരിക്കുമ്പോ ഗോതമ്പുകൾ അടിച്ചു കൊടുത്ത മഹാനുഭാവന്റെ അവന്റെ ചാക്കിൽ അവന്റെ ബാഗിൽ പടച്ചറബ് താല അല്ലാഹു തആല കൊടുത്തത് എന്താണെന്നറിയോ? ഒരുപാട് കോയിൻസുകളാണ്, ഒരുപാട് നന്മകളാണ്. അല്ലാഹു തആല റബ്ബ് തആല അല്ലാഹു തആലയല്ലേ കൊടുക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണമല്ലാഹ്. മിനിങ്ങളെ, അങ്ങനെ എത്രയെത്ര സംഭവമാണ്. ആ മുസ്ലിമായ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരു മുസ്ലിമായ യാചകൻ പോകുന്നു. കൈനീട്ടിയിട്ട് പോവുകയാണ്. കൈനീട്ടി പോയിട്ട് മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിൽ കൈനീട്ടിയിട്ട് അവിടെ പോയി കൈകൾ നീട്ടിയിട്ടൊന്നും കൊടുത്തില്ല. അയാൾ പറഞ്ഞു, അല്ല സഹോദരാ, ഖാലിയാണ്, ആലിമാണ്, മുതലാളിയാണ്, വലിയ പണക്കാരനാണ്, ഇക്കനൊക്കെ ആയിട്ടും അയാൾ കൊടുത്തില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹറം 10 നാളാണ്, ഈ നാളിനെ മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരാവോ? കൊടുത്തില്ല. ഖാലിയാർ കൊടുത്തില്ല. നേരെ അടുത്തുള്ള വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, മുഹറം 10 ദിവസം മുന്നെത്തിയിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും തരുമോ? എന്താ കാത് കടിക്കുന്ന? കാത് കൈവച്ച് ഞാൻ ബുദ്ധിമുട്ടാണ്. ഖാലിയാറോട് പോയി കിട്ടാത്ത ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി ക്രിസ്ത്യാനിയോട് പറഞ്ഞു, മുഹറം 10 ബറക്കത്ത് മുൻനിർത്തിയിട്ട് ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണം. അദ്ദേഹം മുസ്ലിമിനോട് ആ ക്രിസ്ത്യാനി ചോദിച്ചു, എന്താണ് മുഹറം 10? എല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഒരു നല്ല എമൗണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. കഴിഞ്ഞില്ല. രാത്രി കടന്നുറങ്ങി ഖാലിയാർക്ക് സ്വപ്നം കാണുന്നു. എന്ത് സ്വപ്നമാണെന്നറിയോ? അള്ളാന്റെ റസൂലിനെ കാണുന്നുണ്ട്, കൊട്ടാരം കാണുന്നുണ്ട്, സലാം പറയുന്നു. റസൂലുള്ള സലാം മടക്കിയില്ല. 3 ദിവസക്കാലം ഈ നല്ല മനുഷ്യന്റെ സലാം റസൂലുള്ള മടക്കിയില്ല. 3-ാമത്തെ ദിവസം റസൂലുള്ള പറയുന്നു, സഹോദരാ, ഇത് നിനക്കുള്ള കൊട്ടാരമായിരുന്നു. നിന്റെ വീട്ടിലേക്ക് കൈനീട്ടി വന്ന യാചകനെ തിരിച്ചയച്ചുവല്ലോ. ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടെ അയൽവാസിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഖാലിക്ക് സങ്കടം വന്നുപോയി. സ്വർഗീയ കൊട്ടാരമല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഖാലിയാർ നേരെ ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് പോയി. ക്രിസ്ത്യാനിയോട് ചോദിച്ചോ, അല്ല സഹോദരാ, നിനക്ക് ഞാൻ എന്തെങ്കിലും നീ ചോദിച്ചത് തരാം. എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം, എന്റെ കൃഷി തരാം, എന്റെ എല്ലാം തരാം. പക്ഷേ ഒന്ന്, നിങ്ങൾ ചെയ്ത ഇവിടെ 3-4 ദിവസം മുമ്പ് വന്ന യാചകനായ മനുഷ്യനിക്ക് നിങ്ങൾ കൊടുത്ത സദഖ, അതിന്റെ കൂലി എനിക്ക് തരാമോ? അത് തന്നാൽ എന്റെ വീട് തരാം, എന്റെ തോട്ടം തരാം. നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാം. ക്രിസ്ത്യാനിയായ മനുഷ്യൻ ഖാലിയോട് പറഞ്ഞു, അല്ല ഖാലി, ചതി വേണ്ട, ചതിക്കാൻ ശ്രമിക്കണ്ട. നിങ്ങൾ കണ്ട പോലെ ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞാനും റസൂലുള്ളാനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്രിസ്ത്യാനിയല്ല, ഞാൻ മുസ്ലിമാണ്. എന്നോട് റസൂലുള്ള പറഞ്ഞു, ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങൾ കാണുന്ന ഖാലി കൊടുത്തിരുന്നെങ്കിൽ ഖാലി കൊടുക്കാത്തവർക്ക് നിങ്ങളല്ലേ കൊടുത്തത്. അതുകൊണ്ട് ഈ സ്വർഗീയ കൊട്ടാരം നിങ്ങളുടേതാ. ഷഹാദത്ത് ചൊല്ലി ഞാൻ മുസ്ലിമായിട്ടുണ്ട്. ഖാലിയാറെ, എന്നെ ചതിക്കാൻ വന്നതാണോ? സാധ്യമല്ല, ചതിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ മുസ്ലിമാ. നിങ്ങൾ കണ്ട പോലെ റസൂലുള്ളാനെയും ഞാൻ കണ്ടിട്ടുണ്ട്, സ്വർഗീയ കൊട്ടാരവും കണ്ടിട്ടുണ്ട്. എളിഭ്യനായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഖാലിയാർ ഇറങ്ങിപ്പോവുകയാ. അല്ലാഹുവേ, ധാരാളം നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ഖൈറും ബറകത്തും റഹ്മത്തും ധാരാളം വർദ്ധിപ്പിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ,
എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര ചരിത്രങ്ങളാണ്. അബൂ തൽഹ തങ്ങളും ഭാര്യയും കൂടെ ഭക്ഷണം കൊടുക്കാനില്ലാത്ത റസൂലുള്ള 3 തവണ നിന്ന് ചോദിച്ചു, ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ? ഇല്ല. 3ാമത്തെ തവണ അബൂ തൽഹ തങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുപോയി. വീട്ടിൽ ഭക്ഷണമില്ല. മക്കളെ കിടത്തി ഉറക്കിയിട്ട് അവർക്കുള്ള ഭക്ഷണം ലൈറ്റ് കടത്തിയിട്ട് അബൂ തൽഹ തങ്ങളോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ തിന്നണ്ട, ലൈറ്റ് കടത്തിയിട്ട് നിങ്ങൾ വെറും കൈയിട്ടാ മതി. വന്ന ആളുകൾ അവർ തിന്നുപോകട്ടെ. ഭാര്യ തിന്നില്ല, അബൂ തൽഹ തിന്നില്ല, മക്കള് തിന്നില്ല. വന്ന വിരുന്നേർക്ക് ഭക്ഷണം കൊടുത്തു. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് അബൂ തൽഹ പോകുമ്പോ റസൂലുള്ള പറയാ, യാ അബാ തൽഹ തഅജ്ജബ റബ്ബുകുമാ മിൻ ഫിഇലികുമാ. നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ രണ്ടാളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ രണ്ടാളുടെ റബ്ബ് അല്ലാഹു അത്ഭുതപ്പെട്ടു പോയി. മിൻ ഫിഇലികുമാ, നിങ്ങൾ രണ്ടാള് വീട്ടിലേക്ക് വന്ന മുത്തല്ലിം മക്കൾക്ക്, വീട്ടിലേക്ക് വന്ന പാവപ്പെട്ടവർക്ക് നിങ്ങൾ രണ്ടാള് കൂടിയിട്ട് ഭക്ഷണം കൊടുത്തില്ലേ? ഐഡിയ നടത്തില്ലേ? സീക്രട്ട് ചർച്ച നടത്തില്ലേ? ഭക്ഷണം കഴിച്ചതുപോലെ അഭിനയിച്ചില്ലേ? ഇത് കണ്ടിട്ട് തഅജ്ജബ റബ്ബുകുമാ, നിങ്ങളെ പടച്ച അല്ലാഹു പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അബൂ തൽഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അവരുകൾ 1000 ഒട്ടകത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖാ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട്, അതിന്റെ പ്രതിഫലം കേട്ടിട്ട്, അതിന്റെ നന്മകൾ കേട്ടിട്ട്, അള്ളാന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അതിനെ കിട്ടുന്ന 700ഉം അതിനെ കാണും. കമസലി ഹബ്ബ, ഒരു വിത്ത് പോലെ. ആ വിത്ത് അത്ഭുതമാം ഖുർആൻ പറഞ്ഞില്ലേ, 7 കൊലയുണ്ട്, ഓരോ കൊടയിലും 100 വിത്തുണ്ട്. അങ്ങനെ 700 ഇരട്ടി പ്രതിഫലമാണ്. 1 റുപ്യ കൊടുത്താൽ, ഒരു ബിരിയാണി കൊടുത്താൽ 700 ബിരിയാണി കൊടുത്ത പോലെ, 1 ഗ്ലാസ് വെള്ളം കൊടുത്താൽ 700 ഗ്ലാസ് വെള്ളം കൊടുത്ത പോലെ. അതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല പടച്ച റബ്ബ് തആല അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ, ഒരുപാട് അമലുകൾ, ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണ്ടയോ? നമ്മൾ ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം, ധാരാളം സദഖ ചെയ്യുന്നവരാകണം. വീട്ടിൽ ഭക്ഷണം ബാക്കി വന്നതുപോലും ജീവികളുടെ മുമ്പിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ട് കോഴിക്കിട്ട് കൊടുത്താൽ, ബാക്കിയായ മുള്ള് എല്ലുകൾ പൂച്ചക്കിട്ട് കൊടുത്താൽ, ബിസ്മിയും ചൊല്ലിയിട്ട് നീ ഇട്ട് കൊടുത്താൽ അല്ലാഹു അതിന് പ്രതിഫലം തരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന പ്രാവ്, മാടപ്രാവ്, ഈ മാടപ്രാവ് വീട്ടിൻ പരിസരത്ത് വരുമ്പോ അതിന് ഗോതമ്പെറിഞ്ഞു കൊടുത്തില്ലേ? ഇതെല്ലാത്തിനും വളരെ ബുദ്ധിയുള്ള ജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മാടപ്രാവ്. ഇത് വീടുകളിലേക്ക് വന്നാൽ അതിന് നമ്മൾ ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നു, കോഴിക്ക് അരി എറിഞ്ഞു കൊടുത്തു, ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ ആട് വന്നു, ആടിന് കുടിക്കാൻ കൊടുത്തു. അപ്പുറത്തെ വീട്ടിലെ പശു വന്നു, പശുവിന് ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. ആട് വന്നപ്പോ ചക്കയുടെ ഇലകൾ പറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ നീ ചെയ്താൽ അതെല്ലാം നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോ അപ്പുറത്തെ വീട്ടുകാരന്റെ പൂച്ചക്ക് വിഷം വെക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കോഴിന്റെ കാല് പൊളിച്ചിട്ട് പറഞ്ഞേക്കുന്ന ഉമ്മമാർ, അപ്പുറത്തെ വീട്ടുകാരുടെ കാടിന് കല്ലെറിയുന്നവർ. കല്ലെറിയാത്ത ആൾ എറിയും. കഷ്ടപ്പെട്ടിട്ട് ഒരു പൂവിന്റെ തൈ ഏത് നല്ല കൊണ്ടിട്ടില്ലേ, ഗാർഡനക്ക് പോയിട്ട് 400 റുപ്യ കൊടുത്തിട്ട് 4 ചട്ടിയിൽ കൊടുത്തിട്ട് വെച്ചിട്ടില്ലേ, മക്കളെ പോലെ ഈ പൂവിന്റെ തൈനെ പോറ്റി വളർത്തിയിട്ട് സകലത്തിന്റെ ഒരു അഡ്രസ്സും ഇല്ല. ആട് വരിക, തിന്ന. സ്വന്തം വീട്ടിൽ ആട് പോറ്റാൻ കഴിയാത്തവർ പോറ്റണ്ട.
സ്വന്തം വീട്ടിൽ പോറ്റാൻ പറ്റുന്നവർക്ക് ആശാത്തു ഫിദ്ദാരി ബറക, വീട്ടില് ആട് ബറക്കത്താണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ധാരാളം കൊടുക്ക് മുഅ്മിനീങ്ങൾ, ജീവിതം കൊടുത്തു തീർക്കുക. ഉള്ള സമ്പത്ത് എല്ലാം അല്ലാഹു തആല അതിന് ഇരട്ടിയുള്ള പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലി അൻഫുസിക്കും. പോന്നിയാ അജർ പോന്നിയാ മതിയാ നിപ്പിക്കണ തങ്ങ ഭർത്താ നിപ്പിക്കണ ഭർത്താ തെള്ളു നോക്കാം, കുറച്ച് പറഞ്ഞിട്ട് നോക്കാം ഇൻഷാ അല്ലാഹ്. ആര് പോണ്ട, അതാ ബൈക്ക് മൂത്രയിത്താനാ മൂത്രയി വർക്കത്താകട്ടെ. വയസ്സുള്ള ആളുകൾക്ക് അങ്ങനെയാണ്. എന്താവില്ല, പഴയ കാലത്തുള്ള ആലിമീ മഹാന്മാരൊക്കെ പണ്ടത്തെ തലയൊക്കെ മറച്ച് നല്ല മനുഷ്യന്മാർ. അല്ലാഹു നീ ബർക്കത്താക്കണേ റഹ്മാൻ. വയലിന്റെ സദസ്സിലൊക്കെ ഇരുന്ന വയലൊക്കെ തീർന്ന് നല്ല റാഹത്തോടെ പിരിഞ്ഞു പോകുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. എൻ്റെ ഒരു സുഹൃത്ത് സുലിബയിലെ ഉബൈദ് എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പെങ്ങൾ ഈ പരിസരത്താണ്, ഞാനവിടെ വന്നിട്ടുണ്ട്. ഫർസാന എന്ന് പറയുന്നൊരു സഹോദരി, ക്ലാസ്സിലും ദീനിലും കാര്യങ്ങളിലൊക്കെ വളരെ മുമ്പന്തിയിലുണ്ടായിരുന്നൊരു സഹോദരിയാണ്. ഈയിടെ അത് ആ വീട്ടിൽ പോയി ദുആ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെറിയൊരു രോഗം ബാധിച്ച് പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയി. അല്ലാഹുവേ കഴിഞ്ഞ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആളടക്കയിലൊക്കെ പ്രസംഗത്തിന് ഞാൻ പോയപ്പോൾ അവിടെയൊക്കെ വന്നിരുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. ദീനിനോടും ക്ലാസ്സിനോടൊക്കെ വളരെ മഹബത്തുള്ള ഫർസാന എന്ന് പറയുന്നൊരു ഉമ്മ 4 മക്കളെ യതീം മക്കളാക്കിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളാണ്. അല്ലാഹുവേ ആ ഫർസാന എന്ന് പറയുന്ന ഉമ്മയുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ആ 2 ആൺമക്കളും പെൺമക്കളും ആ മക്കളിലേക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ചൊരിയണേ അല്ലാ. ആ ഫർസാനയുടെ ഉമ്മ അടക്കമുള്ള ഭർത്താവ് അടക്കമുള്ള കൂട്ടുകുടുംബം ആ മക്കളെ എല്ലാം അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ആ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യുന്ന മക്കളാൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. വേറെയും ഒരുപാട് ആളുകൾ ഒരു ഖൈറുൻ നിസാ എന്ന് പറയുന്നൊരു സഹോദരിക്ക് വേണ്ടി ഓപ്പറേഷന് കൊണ്ടുപോയിട്ടുണ്ടെന്നും ദുആ ചെയ്യാനൊക്കെ ഏൽപ്പിച്ച അല്ലാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. അതുപോലെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള രോഗികൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മൾ പടച്ച റബ്ബിനോട് സമ്പത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സദഖകളുടെ നന്മകൾ എന്താണ്? മഹാന്മാര് പറയുന്നു മഹ്വുദ്ദുനൂബി വൽ മാസി, തെറ്റുകളെല്ലാം മായ്ച്ചു കളയുന്നു. നമ്മൾ കൊടുത്ത ഭക്ഷണം, നമ്മൾ കൊടുത്ത സദഖ, നമ്മൾ എന്തെല്ലാം കൊടുത്തു, ആർക്കെല്ലാം കൊടുത്തു? പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലേ? ഉമ്മമാരെ കീറി പറഞ്ഞതല്ല കൊടുക്കേണ്ടത്, കീറിയ വസ്ത്രമല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത്. ഒരു പുതിയ ചുടിദാർ പീസുള്ളത് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു. കീറി പഴയതായി എന്നിനും പറ്റാത്തപ്പോ പഴയ ഡ്രസ്സുണ്ട് ഇട്ട പോണ്ടാറാ. പഴയ ഡ്രസ്സ് ഇവക്കാൻ സ്ഥലമില്ല, കത്തുപാട്ടകോ ജാഗയില്ല. അപ്പാരെങ്കിലും വന്നപ്പോ പഴയ ഡ്രസ്സുണ്ട് തറച്ച. പഴയതല്ല കൊടുക്കേണ്ടത്, കൊടുക്കണ്ടെന്നല്ല. പഴയത് കൊടുക്കി അതിന്റെ കൂടെ പഴയതൊരൊട്ട് ഒരു പുതിയതുണ്ട്, ഒരു ചൂടി പീസ് ഇതാ ബിസ്മില്ലാ. ഉമ്മമാരെ ഏറ്റവും നല്ല ഖൈറായത് കൊടുക്കുന്നവരാകണം. അങ്ങനെ കൊടുത്താൽ അറിഞ്ഞോ അറിയാതെയോ, അറിയാതെ നോക്കിപ്പോയ സീരിയലില്ലേ, അറിയാതെ നോക്കിപ്പോയ ചാറ്റിംഗ് ഇല്ലേ, അറിയാതെ ചെയ്തു പോയ തെറ്റുകുറ്റമില്ലേ, ബാല്യത്തിൽ ആരും അറിയാതെ ചെയ്ത കുറ്റമില്ലേ, ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ ഈ സദഖ മതിയാകുമെന്ന് ഗൾഫുകാരാണ് കൊടുക്കുന്നത്. പ്രവാസികളെ കണ്ട് പഠിക്കണം. എന്തോരു ഹിമ്മത്താണ് അവർ. സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നവരവരാണ്. എല്ലാ യതീംഖാനകളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ പള്ളി ദർസുകളും, എല്ലാ നാടിന്റെ അഭിവൃദ്ധിയും ഗൾഫിൽ പോയി ചോര നീരാക്കി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരില്ലേ, ഇവരുടെ രക്തം നീരാക്കി ഇവർ അധ്വാനിച്ചതിന്റെ ഫലമാണ് നാടുകളിൽ കാണുന്ന ഐശ്വര്യോ. ഗൾഫുകാർക്ക്, പ്രവാസികൾക്ക് ഉമ്മിനെ നാട്ടിലേക്ക് വരുമ്പോ അവരെ ബുദ്ധിമുട്ടിക്കാതെ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ഒരൊറ്റ വയലും നടക്കരുത്, ഒരൊറ്റ സ്വലാത്തും നടക്കരുത്, ഒരൊറ്റ ഹൽക്കയും നടക്കരുത്. ഈ പ്രവാസികൾക്ക് ഉറൂസിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അദ്ദാദിന് കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, നാടുകളിൽ നടക്കുന്ന നന്മയിൽ കൂടാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പിന്നെയോ മക്കളെ പോറ്റാൻ, കുടുംബം പോറ്റാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, പാവപ്പെട്ടവരുടെ കണ്ണീര് തുടക്കാൻ പ്രവാസികൾ പെടുന്ന പാടില്ലയോ? എല്ലാം മറന്നിട്ട് ഈ സമുദായത്തിലെ ചെറുപ്പക്കാർ
നൽകുന്ന ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ. അല്ലാ പ്രവാസികളായ നാട്ടുകാര്, ഭർത്താക്കന്മാര്, മക്കള്, കുടുംബങ്ങൾ, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ, നാടും പേരും അറിയില്ലെങ്കിൽ എല്ലാം അറിയുന്ന അല്ലാ എല്ലാ പ്രവാസികളെയും നീ ഖൈറിലും ബറക്കത്തിലും റഹ്മത്തിലുമാക്കണേ അല്ലാ. അവരുടെ നിയമസംബന്ധമായ കമ്പനികളിലും മറ്റും അനുഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാ. അവർക്ക് ഖൈറായ ജോലി, ഖൈറായ കച്ചവടം എല്ലാം നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദോഷങ്ങളെല്ലാം മാഞ്ഞു പോകാൻ ധാരാളം സദഖ ചെയ്യണേ. അൽ വിഖായത്തു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നീ നൽകുന്ന സദഖയില്ലേ, നീ കൊടുത്ത സദഖയില്ലേ, നീ ചെയ്യുന്നതെല്ലാം നാളെ ആരാരും കൂട്ടിനില്ലാത്ത ഖബർ. ഭർത്താവ് എവിടെ ഇല്ലല്ലോ, ഭാര്യ എവിടെ ഇല്ലല്ലോ, മക്കൾ എവിടെ ഇല്ലല്ലോ. പാമ്പ് കണ്ടാൽ പേടിക്കുന്നവർ, പല്ലി കണ്ടാൽ പേടിക്കുന്നവർ, പാറ്റ കണ്ടാൽ പേടിക്കുന്നവർ, തവള കണ്ടാൽ പേടിക്കുന്നവർ, ഇതിനെയൊക്കെ പേടിയുള്ളവരല്ലേ ഉമ്മ. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന ചെറിയ ചെറിയ പാമ്പുകൾക്ക് 40 തലയുണ്ട്. ആരും കൂട്ടിലില്ലാത്ത ഖബറിൽ വരുന്ന തേളുകൾക്ക് 10ഉം 15ഉം കൊത്താനുള്ള കൊമ്പുകളുണ്ട്. അത്ഭുതമാണ്. ആരും കൂട്ടിലില്ല, തിരിയാനും അറിയാനും കഴിയില്ല. ഈ ഖബറിലേക്ക് എത്തുമ്പോ മുൻകർ നകീർ അലൈഹിമാ മിനല്ലാഹിസ്സലാം, അവർ കടന്നു വരുമ്പോ, മുൻകർ നകീർ വരുമ്പോ ഖബറിൽ ഇസ്സത്തോടെ കിടക്കണോ. ധാരാളം സദഖ ചെയ്യണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അബുല്ലൈസു സമർഖന്ദി തങ്ങൾ അവர்கள் ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 4 കാര്യം പറഞ്ഞു. അതിൽ ഒന്ന് അസ്സദഖത്തു, ധാരാളം സദഖ ചെയ്യലാണ്. സമ്പത്ത് ചെയ്യലും. കട്ടിട്ട് കൊടുക്കണ്ട. ചില ആളുകളൊക്കെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക, പേഴ്സിൽ നിന്ന് കക്കുക, പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് കക്കുക. കക്കാൻ പാടില്ല. പുരുഷന്മാരും ബുഖിലും ചെയ്യാം. ഭാര്യമാർക്കൊരു എമൗണ്ട് കൊടുക്കണം. ഭർത്താക്കന്മാർ നിനക്കതിന് പൈസ, നിക്ക് നാത്തല്ല, നിക്കെന്ത് കാസ്, നിക്കതല്ല കാസ്, നിക്കെന്ത് കാസ്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പെണ്ണിങ് എന്താക്കുന്നേ, എല്ലാം കട്ടിട്ട് ഒളിപ്പാട്ടി വെക്കുന്നത്. എവിടെ ഒളിപ്പാട്ടി വെക്കുന്നേടെ? മുസാഫിന്റെ ഇടയിൽ ഈ പായ ഓട തേടി മുസാഫ് തേടല്ല. പെണ്ണിങ്ങ പൈസ വെക്കുന്ന ജാഗ ഞാൻ ഇപ്പൊ ചെല്ല. ഒന്ന് മുസാഫ്, ഒന്ന് നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ, പിന്നൊന്ന് മുസല്ലന്റെ ഉള്ളിൽ, പിന്നെ സോപ്പിന്റെ പെട്ടിയിൽ അല്ലേ, പിന്നെ ക്രീമിന്റെ ബോക്സിൽ, പിന്നെ പല പറയുന്നുണ്ട്. പെണ്ണ് ബംഗാറിന്റെ പെട്ടിന്റെ അടിയിൽ ഒട്ടായിരിക്കുന്നു. അടിയിൽ തള്ളിയിട്ട് വെക്കുന്ന പൈസ 500ന്റെ 1000ന്റെ 2000ന്റെ നോട്ടാക്കി ജാഗ്രതയിൽ വെക്കുന്നത്. ഒരു ഉമ്മ ചെല്ലിയ ഉണ്ടല്ല, എന്റെ തൊട്ടെങ്കോ എന്റെ കപ്പന്റെ തുണി തൊട്ടിട്ടുണ്ടാന്ന്. അങ്ങനെ ആര് തൊട്ടിട്ടില്ല. ഉമ്മാന്റെ ആയിമാനോ ബലമാന്റെ വസിയത്ത് കപ്പന്റെ തുണി തൊടണ്ടാന്ന്. നമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കിയപ്പോ 1,00,000 ചില്ലറ റുപ്യ കപ്പന്റെ തുണി നീ എടുത്തത് ബലമ. ഇത്ര എന്തിന് കപ്പന്റെ തുണി തൊടണ്ടല്ലേ? ഇതിൽ ചുറ്റി വെക്കുന്നേ. ഇല്ലമ്മ എന്റെ പൈസ ഞാൻ എന്റെ എന്തില്ലമ്മ. ഇല്ലമ്മ നീ എന്താ കൊണ്ടാക്ക താമ ഈ താമ ഈ 500 രൂപയൊക്കെ വെച്ച് കപ്പന്റെ തുണിയിൽ ഉണ്ടാ. കുറച്ചില പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ വേണോ? ജാഗ്രത തന്നെ. കട്ടിട്ട് വെക്കണ്ട മാത്രം. കക്കുന്ന പോലെ ആണുങ്ങാക്കണ്ട. ആണുങ്ങ ഒരു എമൗണ്ട് ഭാര്യയുടെ പിടിച്ചോ ബർക്കത്തിന്. എന്തിന് ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ഒരു എമൗണ്ട് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കണം. എപ്പോഴും എന്താവശ്യം വരുമെന്ന് പറയാൻ കഴിയില്ല. ഒരു എമൗണ്ട് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ വേണം. എന്താ ഒരു 5000 രൂപ ഭാര്യയുടെ കൈ കൊടുത്ത് എന്താകും? ഒന്നും ആവൂല. ഭാര്യയുടെ കയ്യിൽ ഒരു എമൗണ്ട് കൊടുക്കണം. കാരണം ചിലപ്പോ ബുദ്ധിമുട്ട് വരാം, രോഗം വരാം, ഭാര്യക്ക് യാചിക്കുന്ന യാചകർ വരാം. സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഉപ്പയോട് ചില ആളുകള് ഉമ്മാക്ക് പൈസ അയച്ചു കൊടുക്കും. അത് ഉമ്മാക്ക് തന്നെ. ഇയാൾക്ക് ഒരു റൈറ്റും ഇല്ല. ബാസായിട്ടാകുമ്പോ ആരുമില്ല. മക്കാര് കൊടുക്കും. ഉപ്പയുടെ കയ്യിൽ ഒരു എമൗണ്ട് മക്കൾ കൊടുക്കണം. അബ്ബക്കെന്ത് കാസ് നങ്ങ സാമാൻ നങ്ങ എടുക്കരുത്. കറണ്ട് ട്രവിൽ അബ്ബക്കെന്ത് അബ്ബക്ക് വേണം. അബ്ബക്കും നാണക്കേട്. പള്ളിയിൽ പോകുമ്പോ മുസാഫിർ വരുമ്പോ ഒരു 10 റുപ്യ മുസല്ലക്കിടാൻ ഒരു ഉസ്താദന്മാർക്ക് ഒരു കൈമടക്കണം എന്ന് ഉപ്പാക്ക് തോന്നി. ഇതിന് മക്കൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. പണ്ട് കൊടുത്തിട്ടില്ല. നടക്കുന്ന ജാഗ കേട്ടിട്ട് ബൈ കേട്ടിട്ട് കൊടുത്തിട്ടില്ല. അയാള്
പണ്ട് ഒരു ഗ്ലാസ് തണ്ണി കൊടുത്തിട്ടില്ല, ഇപ്പൊ മാസെ ഇന്നേം കൊടുക്കത്താൻ ഇപ്പൊ ഇല്ല, എവിടുന്ന് കൊടുക്കത്ത നിനക്ക് അത്തെന്ന് പറഞ്ഞുകൊണ്ട് പോണത്രല്ലാതെ എന്തില്ല. ആവട്ടെ, ഇപ്പോഴാണെങ്കിലും മക്കളെ നിങ്ങളുടെ വാപ്പമാർക്ക് സ്വതക്ക ചെയ്യാൻ, ഉമ്മമാർക്ക് സ്വതക്ക ചെയ്യാൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ, പള്ളിക്ക് കൊടുക്കാൻ, മദ്രസക്ക് കൊടുക്കാൻ ഒരു എമൗണ്ട് നമ്മുടെ മക്കൾ, ഈ മക്കളൊക്കെ ശ്രദ്ധിക്കണം. ഉപ്പമാരുടെ ഉമ്മമാരുടെ കയ്യിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാ അല്ലാ നീ ഖൈർ നൽകണേ അല്ലാ. പെരുന്നാളൊക്കെ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ഗിഫ്റ്റ് അല്ലെ, മക്കൾക്കൊക്കെ ആശായിരിക്കും. ചെറിയ മക്കളൊക്കെ പൈസ പെരുന്നാളിന്റെ കാസ് ഇവിടെ ഉണ്ടോ? പെരുന്നാളിന്റെ കാസ് ഇല്ല, ഇവിടെ എന്തില്ലല്ലോ പഠിച്ചത്. വെള്ളമില്ല, തബളയില്ല, പാരിവളമില്ല, ഗോതമ്പില്ല, പിന്നെ പെരുന്നാളിന്റെ പൈസ ഇല്ലേ? ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന അതാ ഉണ്ട്, കൊടുക്കുന്ന തമ്മില്ല കൊടുക്കണം. നമ്മുടെ ഇപ്പാപ്പ പോയിട്ട് റമദാനിലെ ചില്ലര 100 രൂപ 10 ചില്ലര ഓർക്ക് എത്ര എന്നൊന്നും അറിയില്ല, എത്ര ഇപ്പത്തെ മക്കൾക്ക് അറിയുന്നു, കളർ നോക്കിയിട്ട് മനസ്സിലാക്കുന്നു. ഏതുമായിട്ട് കുറച്ച് ചില്ലര, പൊടി ചില്ലര, ഒരു നോട്ടെങ്ങ് 10 രൂപ 2 കൊടുത്തെങ്ങ് മക്കൾക്ക് ഭാര്യഗോസ് മരിക്കോള ചൊല്ലു. രണ്ട് ബോബ അയാൾ പെരുന്നാൾക്ക് എപ്പോൾ തന്നോ എന്ത് കാസ് ബോബാന ഓർമ്മിക്കാനെ പുള്ളിയൊക്കെ പെരുന്നാക്ക് എന്താക്ക പെരുന്നാളമ്മ റെഡിതാ പെരുന്നാളിലെ കാസ്. അങ്ങനെയൊക്കെ കൊടുത്ത് നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ പഠിപ്പിക്കുക. മക്കൾക്ക് ധാരാളം കൊടുക്കാൻ പഠിപ്പിക്കുക. ചില ആൾക്ക് കൊടുക്കുന്നേന്ന് പറഞ്ഞെങ്കിൽ വേജാ. ഞാൻ ഒരു സ്ഥലത്ത് എനിക്കറിയാം, ഒരു ഉസ്താദ് രാജിവെച്ചിട്ട് പോയി. ഇന്ന് രാജിവെച്ച പ്രശ്നമാക്കി ലൈവിൽ ഗലാട്ടല്ല. എന്ന് രാജിവെച്ച ഒരാള് ഒരു വർഷം മോലത് പോയപ്പോ ഗംട്ടേപ്പിട്ട കാസ് കൊടുത്ത അയാൾ സബുറാക്കി. ഗംട്ടേപ്പിട്ട് ഇത് എടുക്കുന്നില്ലല്ലേ, ഇതിനെ ചുറ്റിട്ട് ഉസ്താദിന്റെ കേസ് കിട്ടി ഇളക്കിനെ. ഇതിനെ കേൾക്കാനാണ് ഗംട്ടേപ്പ് ഉണ്ട്. മണ്ണിട്ട് അയാൾ പോയി. നെക്സ്റ്റ് പോയപ്പോ 2 സൈഡിലുണ്ട് ഗംട്ടേപ്പ്. ഇയാൾ പെട്ടെല്ലാം കെട്ടി റെഡിയാക്കി ജുമുഅക്കെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം വാതല ചെല്ലി ഈ ഗംട്ടേപ്പ് ഇട്ട പൈസ തന്ന ആളെ ഉപ്പാന്റെ ഖബർ കൊണ്ടിട്ട് പൂക്കി നിന്നിട്ട് ഒറ്റ പാച്ചലിയാണ്. പിന്നെ നിന്നിട്ടാണ് കുറച്ച് ഞങ്ങൾ ഉസ്താനെ പോലെ പാപ്പെന്നല്ല, കുറച്ചൊരു സീന്ത്രിയാണ് ആള്. എപ്പോഴും ഗംട്ടേപ്പ് ഇട്ടിട്ട് ചില അങ്ങനെ ആക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു പള്ളിന്റെ ഒരാൾ ഉസ്താദിന് ശമ്പളം കൊടുക്കുമ്പോൾ 500 രൂപ നോട്ടിൽ ഗംട്ടേപ്പ് ഉണ്ട്. സെക്രട്ടറിനെ വിളിച്ച് ഉസ്താദിൽ ഒന്നും ഗംട്ടേപ്പ് ഉണ്ടോ? അപ്പൊ ഇയാൾ സെക്രട്ടറി വേറെ ആളോട് പറയുന്നത്ര പാസ് ഔട്ട് എന്നിട്ട് ഉസ്താദ് കൊടുത്തേന്ന് കണ്ട. ചില ആൾ ഗംട്ടേബിൾ തപ്പിക്കിടുന്ന വെള്ളിയാഴ്ച പറഞ്ഞിട്ട് ഉരുട്ട് തപ്പിക്ക് 10 രൂപ ഫസ്റ്റ് ഇട്ട് എന്താ 10 രൂപ എവിടെ അങ്ങടി പോയി എടുക്കില്ല, ഇതിനോട് തപ്പിക്കിടുന്ന ആർക്ക് വേണ്ടാത്തത് പഠിച്ചോനിയായി. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. രണ്ടാമത്തത് ഖബറിന്റെ അദാബിൽ നിന്ന് അവനിക്ക് രക്ഷയാണ്. മൂന്നാമത് അൽ വിഖായത്തു മിൻ അദാബിന്നാർ, നരകത്തിന്റെ തീയെ തൊട്ട് കാവലാകാൻ, രക്ഷയാകാൻ സദഖ ചെയ്യണേ. അതുപോലെ ദവാഉൽ ലിൽ അംറാദിൽ ബദനിയ വൽ ഖൽബിയ, എല്ലാ രോഗത്തിനുമുള്ള ശിഫയാണ്, ചികിത്സയാണ് സദഖ എന്ന് പറഞ്ഞാൽ. രോഗങ്ങൾ തട്ടുപോകാൻ, മാരക രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയല്ലേ, അറിയാതെ ക്യാൻസർ രോഗം പടർന്ന് പന്തലിക്കുകയല്ലേ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഷുഗർ, ചെറിയ പിഞ്ചു മക്കൾക്ക് ഹാർട്ടിൽ തുളയാൻ, മാറാവ്യാധി രോഗങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നല്ല നിയ്യത്തോടുകൂടെ നല്ല സദഖ ചെയ്യണേ. അതുപോലെ അഞ്ചാമത്തേതാ ദഫ്ഉൽ ആഫാത്ത്, ആഫത്ത് മുസീബത്തുകളെ തടുക്കാൻ, ആക്സിഡന്റുകളെ തടുക്കാൻ, അപകടങ്ങളെ തടുക്കാൻ, കൈകാലുകൾ മുറിക്കപ്പെടുന്നതിനെ തൊട്ട് തടുക്കാൻ, റോട്ടിൽ വീണ് മരിക്കുന്ന മരണത്തെ തൊട്ട് തടുക്കാൻ ധാരാളം സദഖ ചെയ്യണേ. ധാരാളം സദഖ ചെയ്യുന്നത് കൊണ്ട് ആഫത്ത് മുസീബത്തുകളെ തടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെയോ ആറാമത്തെ ദുആഉൽ മലായിക, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ ഉള്ള കൂട്ടരാണ് ധാരാളം സദഖ ചെയ്യുന്നവർ. ധാരാളം സദഖ ചെയ്യുന്നവർ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. സദക്ക കൊടുത്തിട്ട് ഒരു ദ്വാരുന്നിട്ടില്ല, പള്ളിയിൽ ദ്വാരുന്നിട്ടില്ല എന്നൊക്കെ പറയും. കാസരക്ക് മാത്രം ദ്വാരക്കരെന്ന് പറയും. അല്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹ് കൊടുക്കാനില്ലാത്തവർക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്കുള്ള സംഭാവനയുടെ വക്കട്ട് ബിസ്മില്ലാ. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ധാരാളം കൊടുക്കുക. അല്ലാഹു കൊടുത്തതനുസരിച്ചുള്ള ബർക്കത്ത് അല്ലാഹു നൽകണം റഹ്മാനെ. മലക്കുകളുടെ ദുആയുണ്ട് കൊടുത്തവർക്ക്. അല്ലാഹുവേ, പാവപ്പെട്ടവർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു, പണക്കാർ അവരുടെ കഴിവനുസരിച്ച് കൊടുക്കുന്നു. എല്ലാ കൊടുക്കുന്നവർക്കും ഉസ്താദിന്റെ ദുആ അല്ല, തങ്ങളുടെ ദുആ അല്ല,
അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്യുന്ന ആളുകളാണ്. ആ മലക്കുകളുടെ ദുആ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അൽ ബറകത്തു ഫിൽ അംവാൽ, അവന്റെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നു. കൊടുത്താൽ അവരുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നു.